40 വർഷം മുൻപ് ഒരാളെ കൊന്നെന്ന കൂടരഞ്ഞി സ്വദേശി മുഹമ്മദിന്റെ വെളിപ്പെടുത്തൽ സത്യമെന്ന് കണ്ടെത്തി പോലീസ്. 1986 നവംബറിൽ കൊല്ലപ്പെട്ടത് കണ്ണൂർ ഇരിട്ടി സ്വദേശി മോഹനനാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഒരു വർഷത്തെ അന്വേഷണത്തിന് ശേഷമാണ് പോലീസ് കൊലപാതകം സ്ഥിരീകരിച്ചത്. വിവരങ്ങളുമായി സരീഷ് പി കെ ഉണ്ട്. സരീഷ്, ഇത് ഒരു ഞെട്ടലിനൊപ്പം ഒരു കൗതുകം കൂടി ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം 40 വർഷം മുമ്പ് ഒരാളെ കൊല്ലുന്നു, അതെവിടെയും പുറത്തു വരുന്നില്ല. ഈ 40 വർഷത്തിന് ശേഷം ഇയാൾ എന്തിനാണ് ഇങ്ങനെ തുറന്നു പറഞ്ഞത്? അതിനുള്ള സാഹചര്യം എന്താണ്? പോലീസിന്റെ സ്ഥിരീകരണത്തിന് ശേഷം മറ്റ് നടപടിക്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ മുഹമ്മദ് എന്ന് പറയുന്ന വേങ്ങര സ്വദേശിയായ മുഹമ്മദ് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഈ 40 വർഷം മുൻപ് 39 വർഷം മുൻപ് താൻ 2 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്യുന്നത്. അതിൽ ഒന്ന് 14-ാമത്തെ വയസ്സിൽ തന്നെ പ്രകോപിതനുമായ അല്ലെങ്കിൽ മർദ്ദിച്ച ഒരാളെ താൻ ഓടയിൽ തള്ളിയിട്ട് കൊന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആദ്യ വെളിപ്പെടുത്തൽ. അതോടൊപ്പം തന്നെ 20-ാമത്തെ വയസ്സിൽ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് ബാബു എന്ന തന്റെ സുഹൃത്തിനൊപ്പം മറ്റൊരാളെ കൂടി കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. പക്ഷേ ആരാണ് മരിച്ചത് എന്ന കാര്യം അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് ആരാണ്, ഈ 2 കേസിലും കൊല്ലപ്പെട്ടത് ആരാണ് എന്ന കാര്യത്തിൽ തനിക്ക് വ്യക്തതയില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴി. എന്തായാലും ആദ്യഘട്ടത്തിൽ പോലീസ് ഇത് വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായില്ല. കാരണം ഏതെങ്കിലും രീതിയിൽ മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ഒരു ദിവസത്തിന് ശേഷം മൊഴിയെടുത്തപ്പോഴാണ് താൻ കൃത്യമായി കൊലപാതകം നടത്തിയതാണ് എന്നും തനിക്ക് മാനസിക പ്രശ്നങ്ങളില്ല, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ വലിയ രീതിയിൽ അലട്ടുന്നുണ്ട്, തന്റെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ വെളിപ്പെടുത്തൽ നടത്താൻ തയ്യാറായത് എന്നും ഈ മുഹമ്മദ് പറയുന്നു. അതിനുശേഷമാണ് ഈ സംഭവം നടന്നത്. ആദ്യത്തെ സംഭവം നടന്നത് കൂടരഞ്ഞി പോലീസിലാണ്. അപ്പോൾ ഈ അന്വേഷണം കൂടരഞ്ഞി പോലീസിന് കൈമാറുന്നു. ആദ്യഘട്ടത്തിൽ ആരാണ് കൊല്ലപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി ഒരു ക്യാരക്ടർ സ്കെച്ച് ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഒരു വർഷത്തിന് ശേഷമാണ് ഇത് ആരാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എത്തുന്നത്. ഇരിട്ടി സ്വദേശിയായ മോഹനാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തുകയായിരുന്നു. ആദ്യം ഈ സ്കെച്ച്, അതായത് ഈ ക്യാരക്ടർ സ്കെച്ച് കണ്ടതിനെ തുടർന്ന് മോഹന്റെ സഹോദരി പോലീസിൽ ബന്ധപ്പെടുന്നു. അതിനുശേഷം മോഹന്റെ സഹോദരൻ കൂടി ഇത് ഉറപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ മരണം സംഭവിച്ചതിൽ കൊല്ലപ്പെട്ടത്. ഈ 14-ാമത്തെ വയസ്സിൽ ഈ മുഹമ്മദ് കൊല ചെയ്തത് മോഹനെയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ നടപടികൾ ഉൾപ്പെടെയുള്ളവ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. നിലവിൽ കുറ്റപത്രം, അതായത് ഈ കേസിൽ ആദ്യം ഈ അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയും ഒപ്പം ഈ കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇനി അടുത്ത അന്വേഷണം നടത്തുകയും ഈ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ കൊലപാതകം നടത്തുമ്പോൾ മുഹമ്മദ് ആദ്യം ആന്റണി എന്നായിരുന്നു പേര്, പിന്നീട് അദ്ദേഹം മതം മാറുകയും പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് ജോലി വ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും മുഹമ്മദിന്റെ അന്ന് 14 വയസ്സായതുകൊണ്ട് തന്നെ ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമായിരിക്കും ഈ കേസ് രജിസ്റ്റർ ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണത്തിന് ശേഷം 40 വർഷം മുൻപുള്ള കൊലപാതകം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ്. സരീഷ് പി കെയാണ് വിവരങ്ങൾ നൽകിയത്.